ഇനി ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു കുടുംബത്തിൻ്റെ ശോചനീയമായ അവസ്ഥയിലേക്കാണ്. പഠിക്കാനെന്ന് പറഞ്ഞു പോകുന്ന പെൺകുട്ടി ഇത്രയധികം കഴുകന്മാരുടെ കൈകളിൽ പെട്ട വിവരം അറിയുന്നത് ഇപ്പോൾ മാത്രമാണ്. മാസങ്ങളായി നടന്ന പീഡന സംഭവം പുറത്തറിഞ്ഞപ്പോൾ വീട്ടുകാർ പോലും ഞെട്ടിപ്പോയി. കാണാം കൂടുതൽ വിശേഷങ്ങളുടെ ശോചനീയമായ കാഴ്ചകൾ. നാണിയമ്മയ്ക്ക് വേവലാതിയായി. കൊച്ചുമകൾ വരേണ്ട സമയം കഴിഞ്ഞു. മകളുടെ മകളാണ് രേഷ്മ. പക്ഷെ അമ്മയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അമ്മുമ്മയാണ് അവളെ ഏറെയും വളർത്തിയത്. ഈ കയ്യിൽ കിടന്നാണ് അവൾ വളർന്നത്. അച്ഛൻ പണ്ടേ ഉപേക്ഷിച്ചു പോയതുകൊണ്ട് രേഷ്മക്കുട്ടിയെ വളർത്താൻ നന്നായി പാടുപെട്ടു. നല്ലതുപോലെ പഠിച്ച് എനിക്ക് നല്ല കാര്യമായിട്ട് ഞാൻ നോക്കിയ ഇപ്പം ഈ 8 കഴിഞ്ഞ് 9 ശേഷം പിന്നെ പ്രായമായതിനു ശേഷം പിന്നെ നമ്മൾ പറഞ്ഞാൽ ഒട്ടും അനുസരിക്കുകയില്ല. ഞാൻ അന്നേരം ഇവളോടെയും പറഞ്ഞടി നീ ഫോൺ മേടിച്ച് കൊടുക്കരുത്, വഴി തെറ്റിപ്പോള്. അങ്ങനെ അത് എൻ്റെ അമ്മ എനിക്ക് എന്തും ചെയ്തു തരും. ഞാൻ പറഞ്ഞത് ശരി, നമ്മളിനി അതിലിടപെടും. അമ്മ ഈ പറയുന്ന പോലെ ഇവളെ പേടി, ഇവളെ ഉപദ്രവിക്കും, ഇവള് നല്ലവണ്ണം അടിക്കും. അതാണ് ഇവൾക്ക് പേടിയാ. അതാണ് അവള് പറയുന്ന എല്ലാം അങ്ങ് ചെയ്തു കൊടുക്കും. അച്ഛൻ ഇവക്കില്ല മെന്റലായപ്പോ എങ്ങാണ്ട് ഉണ്ടായതാ. അപ്പൊ അത് അയാളെ നമ്മളെ കണ്ടിട്ട് പോലും ഇല്ല. പോയതാ. പിന്നെ ഞാൻ പറഞ്ഞു, മോളെ നിനക്ക് 18 വയസ്സ്, നീ ആരെങ്കിലും ഒരുത്തനെ പ്രേമിരി, നിന്നെ ഞങ്ങൾ അന്തസ്സായിട്ട് ഞങ്ങൾ കെട്ടിച്ചു വിടാം. അതല്ലേ നല്ലത്. ഇപ്പൊ ആങ്ങളയുടെ മോളെ കല്യാണം അടുത്ത മാസം. അവനാണെങ്കിൽ ഇപ്പൊ ഇതുപോലെ പ്രയാസമില്ല. നാട്ടുകാർ ഇതുപോലെ ഒന്ന് ചോദിക്കുമ്പോൾ അവനെന്തോ പറയും. ഡാൻസ് പ്രാക്ടീസിന് പോകുന്നു എന്നും പറഞ്ഞാണ് അവൾ എന്നും വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. അമ്മ സുധയോട് പറഞ്ഞിട്ടാണ് എന്നും പോകുന്നത്. ചിലപ്പോൾ മകൾ വരണമെങ്കിൽ രാത്രി അസമയമാകും. അതുമല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ വരും. മകൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുള്ളതുകൊണ്ട് അധികം ചോദിക്കാറില്ല. അവൾ പറയും, അത് കേൾക്കും, അത്രമാത്രം. ഡാൻസ് ഗ്രൂപ്പ് ഉണ്ടെന്നും പറഞ്ഞൊക്കെയാണ് അവള് പോണത്. അമ്മ അത് വിശ്വസിക്കുവോ? അങ്ങനെ ഡാൻസ് പരിപാടിക്ക് പോകണമെന്ന് വിശ്വസിക്കുമായിരുന്നോ? വിശ്വസിക്കാം. അപ്പം അവള് ഇങ്ങനെ പോണോണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പം നാട്ടുകാരൊക്കെ എതിർക്കുകയൊക്കെ ചെയ്ത് അവളുടെ അടുത്ത് മോളെ പോവരുത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൾക്ക് എന്തോ അവളുടെ ആമ്പിള്ളേര് അവളെ പ്രേരിപ്പിച്ച് കൊണ്ടുപോയതാണ്. അമ്മ പറഞ്ഞാലൊക്കെ കേൾക്കുമോ മോള്? അനുസരിക്കും. അടിക്കുകയൊക്കെ ചെയ്യുന്നു പറയുന്നു അമ്മ. മോള് ദേഷ്യം വരുമ്പോ അത് അവൾക്ക് കോപം വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ല എന്തെങ്കിലുമൊക്കെ ദേഷ്യം വന്നാൽ അടിക്കൂല. ഇങ്ങനെയൊക്കെ അമ്മയല്ലേ, അമ്മയും മക്കളും ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ല. അല്ലാതെ അവൾക്ക് ഇതൊന്നുമില്ല. അവൾ പിന്നെ ശാന്ത സ്വഭാവമാണ്. നല്ല എല്ലാ പഠിക്കാനൊക്കെ നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്. പിന്നെ എന്ത് പറ്റിയെന്ന് അപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഞാൻ അതിൻ്റെ മരുന്നൊക്കെ കഴിച്ച സമയത്താണ് മോളെ പ്രസവിക്കുന്നത്. അപ്പോൾ ആ മോക്കും അതിൻ്റേതായ വല്ല തകരാറും ഉണ്ടാകുന്ന എനിക്കൊരു സംശയമുണ്ട്. പീഡനവീരന്മാരെ കുറേയൊക്കെ പോലീസ് പിടിച്ചു. കുറെ ആളുകളെ മാത്രം അവൾ തിരിച്ചറിഞ്ഞു. ഇതിന്റെ ഇരട്ടിയിലേറെ പേരെ അവൾ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രായപൂർത്തിയാകാത്ത തന്റെ മകളെ പീഡിപ്പിച്ച ഈ കാട്ടാളന്മാരെ പക്ഷേ ഈ അമ്മ തിരിച്ചറിഞ്ഞിട്ടില്ല ഇപ്പോഴും. മകളെ പീഡിപ്പിച്ച പ്രതികൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണം? അത് സർക്കാർ നിയമിക്കുന്നത്. എനിക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല. ചെന്നായ്ക്കൾ കടിച്ചു കീറിയ മകളെ കാണാൻ ഈ അമ്മ പോയില്ല. അവളെ നിങ്ങൾ കണ്ടോ എന്നവർ ഞങ്ങളോട് ചോദിച്ചു. കണ്ടു, അവൾ ഒരിടത്ത് സുഖമായിരിക്കുന്നു. ഞങ്ങൾ ആ മാതാവിനെ ആശ്വസിപ്പിച്ചു.
എങ്കിലും ഒരു സംശയം ബാക്കി നിന്നു. അഗ്നിസാക്ഷിയായി പവിത്രമായ മനസ്സോടെ അവൾ ഈ നാട്ടിൽ തിരിച്ചു വരുമ്പോ ഈ ഗ്രാമം അവളെ എങ്ങനെ ഉൾക്കൊള്ളും എന്ന നീറുന്ന ഒരു സംശയം. ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ളു ചെന്ന് ഇലയിൽ വീണാലും കേട് ഇലയ്ക്ക് തന്നെയാണ്. ഇത്തരം പീഡന സംഭവങ്ങളിൽ അകപ്പെടുന്ന പെൺകുട്ടികളിലേറെയും ശോചനീയമായ കുടുംബ അന്തരീക്ഷങ്ങളിൽ നിന്ന് വരുന്നവരാണ് എന്നാണ് വിദഗ്ധ അഭിപ്രായം. ഇത്തരം പെൺകുട്ടികളെ നന്മയിലേക്ക് നയിക്കുവാനുള്ള സൂചനാ ശക്തികൾ പല വീട്ടുകളിലും ഉണ്ടാകാറില്ല. ഇത്തരം പെൺകുട്ടികളെ പ്രതീക്ഷിച്ച് വൻ റാക്കറ്റ് തന്നെ പുറത്ത് കാത്തു നിൽപ്പുണ്ടാകും. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മാതാപിതാക്കൾക്കുള്ള മുന്നറിയിപ്പാകട്ടെ എന്ന വാക്കോടുകൂടി ഞങ്ങൾ ഈ എപ്പിസോഡ് പൂർത്തിയാക്കുകയാണ്. ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ.